ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻറ്റീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് നട്ടി കേക്കാണ്. ഇത് വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത ഒരു കേക്കാണ്. ഇതിനാദ്യം തന്നെ ഞാൻ കുറച്ച് ബദാം, കാഷ്യൂ നട്ട്സും വാൾനട്ടും വളരെ ചെറുതായി അരിഞ്ഞത് ഒരു 1/2 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് 1.5 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് ഞാനൊരു പാത്രം വെച്ച് അടച്ച് ഇത് ആദ്യമേ ഇതിങ്ങനെ വെക്കും. അപ്പോൾ ഇത് അവസാനം ചേർക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായി ചേർന്നിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ബട്ടർ, അപ്പോൾ ഈ ഒരു കഷ്ണം ബട്ടറാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ബാക്കി ഈ ചെറിയ പീസസ് ഉള്ളതെല്ലാം ഞാൻ ഈ ടിന്നിനെ റെഡിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു തിൻ ലെയറായിട്ട് ഈ ബട്ടറിനെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആകുമ്പോഴത്തേക്ക് അതൊന്ന് ഇളകി വരാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഷേപ്പിൽ, അതായത് ഇതിൻ്റെ ബേസിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇതിലോട്ടൊന്ന് വെക്കുകയാണ്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ നമുക്ക് കേക്ക് എളുപ്പം ഇളകി വരും. എന്നിട്ട് ഈ പേപ്പറിൻ്റെ മുകളിലും ഒരു തിന്നായിട്ട് കുറച്ച് ബട്ടർ, ബാക്കിയുള്ള ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഈ ബട്ടർ മാത്രമാണ് ഞാൻ കേക്കിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെള്ളം, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാൻ വെനില ചേർക്കുന്നില്ല ഈ കേക്കിൽ, അതിന് പകരമാണ് ഞാൻ ഈ കോഫി പൗഡർ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഇത് നമുക്ക് തണുക്കാനായിട്ട്, അതായത് റൂം ടെമ്പറേച്ചറിൽ വരാനായിട്ട് വയ്ക്കാം. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. ഇത് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. ഇതിലേക്ക് ഞാനിനി ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് കൊക്കോ പൗഡർ ഇത്രയും ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇത് നമ്മൾ പ്രഷർ കുക്കർ പോലെ ബേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാമാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിക്കുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും തരിതരപ്പുണ്ടെങ്കിൽ അത് മാറിയും കിട്ടും. മാത്രമല്ല ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തും കിട്ടും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു മിനിമം 2 പ്രാവശ്യമെങ്കിലും ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഇതേപോലെ നന്നായി അരിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് കട്ട തൈര്, നല്ല കട്ടിയുള്ള തൈരാണിത്, 1/2 കപ്പ് എടുത്തു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തത് ഞാൻ പൊടിച്ച് വെച്ചതാണിത്. അപ്പോൾ മധുരം നിങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച്. ഞാനിവിടെ 1/2 കപ്പാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് മധുരമേ ഇതിൽ കാണത്തുള്ളൂ. അത് 1/4 കപ്പ് വരെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള കേക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഈ പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തൈരിൻ്റെ ആ കട്ടയൊക്കെ ഉടച്ച് പഞ്ചസാര നന്നായി അലിയുന്ന രീതിയിൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം എടുത്ത് നന്നായിട്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച ബട്ടർ, അത് ഞാൻ ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒരു 10 സെക്കൻഡ് ആണ് ചൂടാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ വരും ബട്ടർ, അതാണ് ഇതിലേക്ക് ഇപ്പോൾ ഈ ചേർത്തത്. അപ്പോൾ നേരത്തെ നമ്മൾ ബട്ടർ കുറച്ച് ഞാൻ ടിന്നിലോട്ട് തേച്ചു, ബാക്കിയുള്ള ബട്ടറാണ് ഇപ്പോൾ ഇതിൽ ചേർത്തത്. ഇനി ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ മുഴുവൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു 3/4 കപ്പ് പാല് വേണം. ഇതിൽ 1/4 കപ്പ് പാല് ഇപ്പോൾ ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ ഈ തൈരും പാലും കൂടെ ഉള്ളപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിയുന്നത് പോലെ തോന്നും, പക്ഷെ അത് പ്രശ്നമില്ല, നമ്മളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റാവും. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫി പൗഡർ, മിക്സ് ചെയ്ത് വെച്ച ലായനി, അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ഇതിലോട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് നല്ല എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഇളക്കി ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കാണാൻ ലംസ് ഫോം ആയത്. ഇനി ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം വെക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ പാത്രം, അപ്പോൾ ഇതിവിടെ ഒരു ടെഫ്ലോണിൻ്റെ ഒരു പാത്രമായിരുന്നു, അത് മൂട് കട്ടിയുള്ള പാത്രം, അതിലേക്ക് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് ഇറക്കി വയ്ക്കുക, നമുക്ക് ലെവൽ ചെയ്ത് പാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു, ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ സമയത്ത് ഞാനിവിടെ ഇത്
വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് കട്ടി കൂടിയും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പാല് മിക്സ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്കിതിനെ എടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 3/4 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇത് കറക്റ്റ് ആ മിക്സ്ചറിൽ കിട്ടിയത്. ഇനി ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് അത് എല്ലാ സൈഡിൽ നിന്നുമുള്ള പൊടിയും എല്ലാം മിക്സ് ചെയ്തത് ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ സൈഡിലുള്ള പൊടിയെല്ലാം ഞാൻ എടുത്ത് ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നും എടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നേരത്തെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സും റമ്മും കൂടെയുള്ള മിക്സ്ചർ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കേക്കിൻ്റെ മിക്സ്ചറിൻ്റെ ബാറ്ററിൻ്റെത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് നമുക്കിനി ഇതിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് സൈഡിൽ നിന്ന് എടുത്ത് നടുക്കോട്ടാക്കി ഇതേപോലെ മിക്സ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ കൂടുതലിട്ട് വിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ ടിന്നിലോട്ട് മാറ്റാം, ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ഞാൻ ഈ മിക്സ്ചറിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഡ്രൈയും വെറ്റും ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോഴായിരിക്കും അത് കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് എയർ ഹോൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഈ പാത്രത്തിന് നമുക്ക് കേക്ക് ടിന്നെ നമുക്ക് അതിലോട്ട് ഇറക്കി വയ്ക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 40 to 45 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ നമുക്കിതേപോലെ നന്നായിട്ട് പൊങ്ങി നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട് കേക്ക്. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണോ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് അടി വരെ കുത്തി നോക്കുക. അപ്പോൾ ഇത് നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ആ പാത്രത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് തട്ടി കേക്ക് ടിന്നിൽ നിന്ന് കേക്കിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സ്പ്രിംഗ് ഫോം ടിന്നായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ക്ലിപ്പൊന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്കിതിനെ സൈഡിൽ നിന്ന് കേക്കിന് നമുക്ക് റിലീസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കേക്കിനെ നമുക്കിതിന് സൈഡിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇതിൽ കാണാം നമ്മൾ ആ സൈഡിലൊക്കെ ബട്ടർ തേച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റാൻ കിട്ടും. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മറിച്ചിട്ടിട്ട് എൻ്റെ സ്പ്രിംഗ് ഫോമിൻ്റെ അടിഭാഗവും ബട്ടർ പേപ്പറും ഉണ്ട്, അത് രണ്ടും നമുക്കിതിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിയിലെ ബട്ടർ തേച്ചുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് മാറ്റാൻ കിട്ടുന്നത്. ഇനി ഈ ബട്ടർ പേപ്പറിനെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കാണാം ആകെപ്പാടെ ഇതിൻ്റെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമാണ്. വളരെ കുറച്ച് ബട്ടർ ചേർത്തുണ്ടാക്കിയ ഒരു കേക്കാണ്. പക്ഷേ ബട്ടർ കുറച്ചാലും വളരെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിനെ ഞാൻ നേരെ തിരിച്ച് വെച്ചിട്ട് തണുക്കാൻ അനുവദിക്കുക. നന്നായി തണുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ഒരു പീസ് കട്ട് ചെയ്ത് നമുക്കത് സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റാണോ എന്നും നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടോ എന്നും നമുക്കിപ്പോൾ കാണാം. ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കാണാം അതിലേക്ക് നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് നട്ടി കേക്ക് തയ്യാറായി. Thank you for watching my video. Please share it and subscribe.